ഹായ്, 2024 KTU അഥവാ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ പാസ് പെർസെൻറ്റേജ് നമുക്കൊന്ന് നോക്കാം. ഈ വീഡിയോ കൂടുതലും ഉപകാരപ്പെടുന്നത് പുതിയതായി എഞ്ചിനീയറിംഗ് കോഴ്സിന് ചേരാൻ പോകുന്നവർക്കും അതുപോലെ കോളേജുകൾ സെലക്ട് ചെയ്യുന്നതിനും കൂടുതൽ ഉപകരിക്കും. നമ്മൾ ഇതിൽ എല്ലാ കോളേജുകളും ഉൾപ്പെടുത്തുന്നില്ല. പാസ് പെർസെൻറ്റേജ് റേഷ്യോയിൽ ആദ്യം മുതൽ 10 വരെ, അതായത് 1 മുതൽ 10 വരെ വരുന്ന കോളേജുകൾ മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ. കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ടാണ് അത്രയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ കൂടുതൽ കോളേജുകളുടെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ചോദിച്ചാൽ മതി. നമുക്ക് ഒന്നാമത്തെ സ്ഥാനത്ത് വരുന്ന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ്. അതിൽ 670 കുട്ടികളാണ് എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പാസ്സായിട്ടുള്ളത് 469, 70.31% പാസ് റേഷ്യോ ഉണ്ട്. രണ്ടാമതായി വരുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാറ്റൺ ഹിൽ. 320 കുട്ടികളാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. 204 പേർ പാസ്സായിട്ടുണ്ട്. 63.75% പാസ് റേഷ്യോ വരുന്നത്. മൂന്നാമതായി വരുന്നത് LBS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫോർ വുമൺ പൂജപ്പുരയിലുള്ളത്. അവിടെ മൊത്തം അപ്ലൈ ചെയ്തിരിക്കുന്നത് 326 പേരാണ്. അതിൽ 204 പേർ പാസ്സായിട്ടുണ്ട്. 62.58% നിലനിർത്തിയിട്ടുണ്ട്. നാലാമതായി വരുന്നത് ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂർ. 369 കുട്ടികളാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. 193 കുട്ടികൾ പാസ്സായിട്ടുണ്ട്. 52.88% നിലനിർത്തിയിട്ടുള്ളത്. അഞ്ചാമതായി വരുന്നത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം. 250 കുട്ടികളാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. 131 കുട്ടികൾ പാസ്സായിട്ടുണ്ട്. 52.41% നിലനിർത്തിയിട്ടുണ്ട്. ആറാമതായി വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തൃശ്ശൂർ, അതായത് തൃശ്ശൂർ ഗവൺമെൻറ് കോളേജ്. 550 കുട്ടികളാണ് പരീക്ഷ എഴുതിയിട്ടുള്ളത്. 286 പേർ പാസ്സായിട്ടുണ്ട്. 52% പാസ് റേഷ്യോ ഉള്ളത്. 550 പേർ അപ്ലൈ ചെയ്തു. 256 പേർ പാസ്സായിട്ടുണ്ട്. 52% പാസ് പെർസെൻറ്റേജ് നിലനിർത്തിയിട്ടുള്ളത്. ഏഴാമതായി വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂർ. 407 പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. 185 പേർ പാസ്സായിട്ടുണ്ട്. 45.45% നിലനിർത്തിയിട്ടുള്ളത്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, അതായത് എട്ടാമത്തത് വരുന്നത് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കിടങ്ങൂർ. 227 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. 103 പേർ പാസ്സായിട്ടുണ്ട്. 45.37% പാസ് പെർസെൻറ്റേജ് നിലനിർത്തിയിട്ടുള്ളത്. ഒമ്പതാമത് വരുന്ന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കല്ലൂപ്പാറ. 110 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. 46 പേർ പാസ്സായിട്ടുണ്ട്. 41.82% പാസ് പെർസെൻറ്റേജ് വരുന്നത്. പത്താമതായി വരുന്ന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പത്തനാപുരം. 120 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അതിൽ 50 പേരാണ് പാസ്സായിട്ടുള്ളത്. 41.67% പാസ് പെർസെൻറ്റേജ് റേഷ്യോ ഉള്ളത്. ഇത് നമ്മൾ KTUയുടെ സൈറ്റിൽ നിന്നും അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽ എടുത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ പ്രൈവറ്റ് കോളേജുകളുടേതും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിലിടാം. കോളേജ് സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും ഇത്. മാക്സിമം നമ്മൾ പാസ് പെർസെൻറ്റേജ് റേഷ്യോ കൂടുതലുള്ള കോളേജിൽ കിട്ടാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. എല്ലാവർക്കും കിട്ടില്ല എങ്കിലും മാക്സിമം കോളേജിലേക്ക് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.